Pro-Culina's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അച്ചാറാണ്. നമുക്ക് സീസൺ അനുസരിച്ച് ഓരോ വെജിറ്റബിളും നമുക്ക് കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് നെല്ലിക്ക അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നെല്ലിക്ക അച്ചാർ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നെല്ലിക്ക എല്ലാം ഇത്രയും വലിയ നെല്ലിക്കകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നെല്ലിക്ക കറി ഇടുക എന്നുള്ളത് നടക്കില്ല. നമ്മളെപ്പോഴും നെല്ലിക്ക അതുപോലെ തന്നെ അതേ തരത്തിൽ നെല്ലിക്ക അച്ചാർ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചെറിയ നെല്ലിക്കയാണ് എപ്പോഴും നമ്മൾ മേടിക്കേണ്ടത്. പക്ഷേ ഇത് നമുക്ക് കിട്ടിയാണ് നെല്ലിക്ക വലിയ നെല്ലിക്കകളാണ്. അപ്പോൾ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പും മുളകും ഒന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ പുഴുങ്ങിയെടുത്ത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന എണ്ണ എപ്പോഴും നല്ലെണ്ണ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ആ അച്ചാറിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ വരണം എന്നുണ്ടെങ്കിൽ എള്ളെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ എണ്ണ മേടിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു എള്ളെണ്ണ കൂടി മേടിച്ച് വെച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് അന്വേഷിച്ച് നടക്കണ്ട. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് 1-2 തുടം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ അച്ചാറുകൾക്കും മാക്സിമം യൂസ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ നെല്ലിക്ക അച്ചാറിന് കുറച്ചുകൂടി ടേസ്റ്റാണ് വെളുത്തുള്ളി. പിന്നെ നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ ഈ നെല്ലിക്കയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ ഇഞ്ചി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടമാണ് അതെന്ത് വേണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണ്, എന്നാൽ പുറത്തുനിന്ന് മേടിക്കാനുള്ള ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഉപ്പ് കൂടുതലായിരിക്കാം പുറത്തുനിന്ന് മേടിക്കുന്നതിന്, അവരുപയോഗിക്കുന്ന എണ്ണ എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഓവറായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓവറെന്നല്ല, അതൊക്കെ നല്ലതാണ്. പക്ഷെ എന്നാലും അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ നമുക്ക് വീട്ടിലിടണം, അത് വേണം താനും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ അച്ചാർ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 കിലോ 50 രൂപയോ അങ്ങനെ എങ്ങാണ്ടൊക്കെ ഉള്ളൂ. ഇപ്പോൾ സീസണാണ് നെല്ലിക്കയുടെ. അപ്പോൾ ഇത് ഇട്ട് നമുക്ക് ഇടാൻ ഏറ്റവും എളുപ്പമുള്ള സമയം, നല്ല സമയമാണ്. അപ്പോൾ ഒരു അച്ചാർ പൊടിയും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു കുപ്പി അച്ചാർ നമുക്ക് ആവശ്യത്തിനുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ആദ്യം ഇത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം 1 by 1 ആയിട്ട് ഞാൻ പ്രോസസ്സ് പറയാം എങ്ങനെയൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ പറയേണ്ടത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊരു അച്ചാർ ഇടണമെന്ന്. പക്ഷേ ഇതിനകത്ത് 1-2 എണ്ണ എടുത്തിട്ട് നമുക്കൊരു നല്ല ചമ്മന്തി കൂടി അരയ്ക്കാം. അപ്പം നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ച് ഇതുപോലെ വേവിച്ചിട്ട് ഇച്ചിരി ഉപ്പിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചില ദിവസങ്ങളിൽ നമുക്ക് കറി കുറവാണെന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു ടേസ്റ്റ് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് 2 നെല്ലിക്ക എടുത്തിട്ട് പച്ചമുളകും കൂട്ടി നല്ല സൂപ്പറായിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് ഈ നെല്ലിക്ക കൊണ്ട് 2 തരത്തിലുള്ള സാധനമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് നല്ല സൂപ്പറായിട്ടുള്ള നെല്ലിക്ക അച്ചാറും, പിന്നെ ഒന്ന് നെല്ലിക്ക ചമ്മന്തി. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമ്മളൊരു നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇഡ്ഡലി പാത്രമായിരുന്നു, അതിനകത്തേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നെല്ലിക്ക അതിൻ്റെ മേളിലേക്ക് പറക്കി വയ്ക്കണം. ഇത് നമ്മൾ ഇത്ര സമയം വേവിക്കലെന്ന് പറഞ്ഞ കാര്യം നടക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് ഒരു സമയം നമുക്ക് ചില നെല്ലിക്കകളുടെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ നമുക്കിത് വേവാനായിട്ട് കുറച്ച് സമയങ്ങളെടുക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ വിടർന്നു പോകുന്ന പോലെ, ഈ പൂവൊക്കെ വിടരുന്ന പോലെ അപ്പോൾ അപ്പോഴേ അങ്ങ് ഓവർ കുക്ക് ആവാനും പാടില്ല, എന്നാൽ ചെറുതായിട്ട് ഒന്ന് വെന്തിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു തവണ ഒന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്ര സമയം 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. അത് ഓരോ നെല്ലിക്കയുടെ രീതി അനുസരിച്ചിരിക്കും അതിൻ്റെ വേവലും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. നമ്മൾ നെല്ലിക്ക വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. അത് നമ്മുടെ വെളുത്തുള്ളിയുടെ അളവ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അവരവരുടെ ഇഷ്ടത്തിന്. ചിലപ്പോൾ കറക്റ്റ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി
എടുത്ത് വെച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണ്ട പൊടികൾ, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കായം പൊടി ചേർക്കുന്നതിനേക്കാൾ എല്ലാം എപ്പോഴും നല്ലത്, അത് സാമ്പാറിനായിക്കോട്ടെ എന്ത് കറികൾക്കാണെങ്കിലും നമ്മൾ കായപ്പൊടി യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമുക്ക് കായം വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു മണവും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അച്ചാറിന്, മുഴുവൻ കറികൾക്കൊക്കെ നിങ്ങൾ കായം അങ്ങനെ പൊടി യൂസ് ചെയ്താലും അച്ചാറുകൾക്ക് യൂസ് ചെയ്യുമ്പോൾ കട്ടക്കായം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടേസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ കായത്തിൻ്റെ കൂടെ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉലുവയും കായവും കൂടെ പൊടിച്ച് മുളക് പൊടി, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടെന്ന് പറയാനുള്ളത്. ഇവൻ നമുക്ക് ഇത് കിട്ടുമ്പോഴും എന്താ പറയുക, കടകളിൽ നിന്ന് കിട്ടുന്നത് ഇത് തന്നെയാണ്, ഈ പൊടി തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ച് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ ഇതെല്ലാം പിന്നെ മിക്സ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ അച്ചാറിന്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരു 5-8 മിനിറ്റായി, നമുക്കൊന്ന് നോക്കാം എന്തായെന്ന്. നന്നായിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മതി. ഇത് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. കൂടുതൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അലുത്ത് പോകും. അപ്പോൾ നമ്മളിതെടുത്ത് മാറ്റി വെച്ച് ഇത് നമ്മളുടെ കൂട്ടൊക്കെ റെഡിയാക്കുന്നോടം വരെ നമുക്കിത് മാറ്റി വയ്ക്കാം. തണുക്കട്ടെ. തണുത്തതിന് ശേഷം അതിനകത്ത് കുരു കളഞ്ഞ് ഇത് ചെറിയ ചെറിയ പീസുകളാക്കി, അത് കത്തിയൊന്നും വേണ്ട, ഇത് നമുക്ക് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് മാറ്റി കഴിയുമ്പോൾ തന്നെ അത് പൊളിഞ്ഞു വരും നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ നമുക്ക് അത് തണുക്കണോടം വരെ വെയിറ്റ് ചെയ്യാം. ചൂട് കെട്ടിയുള്ളൊരു പാത്രം വെച്ചു. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. അത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ, എണ്ണയൊന്നും ഇല്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നു. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കുന്നു. റോസ്റ്റ് ചെയ്ത നമ്മളുടെ ഉലുവ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കായ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ എണ്ണ തന്നെ നമുക്ക് അച്ചാറിനും യൂസ് ചെയ്യാൻ പറ്റും. ആ എണ്ണ വെച്ചു. അതിനുശേഷം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായം കുറച്ചുകൂടി ചേർക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കായം മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് വരുവേ. അപ്പോൾ നമുക്കിത് കായവും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ കായം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ കായം ഒന്ന് ഇത് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഞെക്കി വയ്ക്കുമ്പോൾ ശരിക്കും നന്നായിട്ടങ്ങ് ഇതായി വരും. നമുക്ക് മനസ്സിലാവും അതിനകത്ത് നന്നായിട്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതർവൈസ് നമുക്ക് മിക്സിയിൽ പൊടിക്കെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് മുളക് പൊടി, ഉലുവയും കായവും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ഉലുവയും കായവും കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മളുടെ നോർമൽ എരിവിനുള്ള മുളക് പൊടിയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ച ഒരു മിശ്രിതമാണ്. ഇത് ചെറിയ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് എടുത്ത് പൊടിച്ച് നന്നായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ നെല്ലിക്ക ഉണ്ടല്ലോ, അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കുറച്ച് വെള്ളം ഇതിനകത്ത്, ഈ നെല്ലിക്കയുടെ വെള്ളം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതൊരിക്കലും കളയാൻ നിൽക്കരുത് കേട്ടോ. കാരണം നമുക്ക് ഈ വിനാഗിരി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് ആ വെള്ളം, അച്ചാറിന് കുറച്ച് വെള്ളം കൂടി ഉള്ള അച്ചാറല്ലേ, സോ നമ്മൾ ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം കൂടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയുമേ നല്ലതായതുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള വെള്ളം നമുക്ക് കളയാൻ നിൽക്കണ്ട. വെള്ളം എന്ന് വെച്ചാൽ താഴെ അടിത്തട്ടിലെ വെള്ളമല്ല, വേണ്ടോ ഈ വെള്ളത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ വെള്ളം നമ്മൾ കളയാൻ നിൽക്കണ്ട. ഇത് നമുക്ക് അച്ചാറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാരണം ഇതിനകത്തെ നല്ല പാർട്ടാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കളയാൻ നിൽക്കരുത്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഈ നെല്ലിക്കകൾ ഓരോന്നായിട്ടതേ ഓൾറെഡി അടന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കത്തിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയിടുക. ഈ നെല്ലിക്കയിലേക്ക് ഞാൻ ഈ വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്തു കേട്ടോ. ഇനി അത് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത് തിളച്ച വെള്ളം അല്ലേ, ഈ വെള്ളം ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് അച്ചാറിന് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാം. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ്. തിളപ്പിച്ച് കുറച്ച് നേരം പുറത്തിരിക്കുമ്പോൾ നന്നായിട്ട് ആറുകയും ചെയ്യും. അപ്പോൾ 2 ഗുണമാണ് ഇങ്ങനെ വേവിക്കുമ്പോൾ. ശേഷം നമ്മളിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുവാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണം നമ്മളുടെ അച്ചാർ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അതിനുശേഷം ആദ്യം ആ എള്ളെണ്ണ തന്നെ വച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, കടുകിട്ടതിന് ശേഷം 2-3 വറ്റൽമുളക്
ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നു നമ്മൾ ആദ്യം എടുത്തു വെച്ച വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ചിലയിടത്ത് നല്ല വലിയ വെളുത്തുള്ളി കിട്ടുവേ, ഈ ഉള്ളിയുടെ വലുപ്പത്തിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ മീഡിയം ലെവലിലുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. വെളുത്തുള്ളി ഒന്നായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട കറിവേപ്പില നമ്മളുടെ ഇഷ്ടം, എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, എത്ര ചേർത്താലും ടേസ്റ്റാണ്. കറിവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതിന് ഓൾറെഡി ഇത് ഇരുമ്പിൻ്റെ തവയായതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കര കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഈ കിടക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, ഇതാവാതെ നോക്കുക, കരിയാതെ നോക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോണത് പൊടിയാണ്. അപ്പോൾ ഈ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം തവയുടെ ചൂടും പിന്നെ അതിൻ്റെ കൂടെ എണ്ണയുടെ ചൂടും. ഉള്ളിയും മുളകും ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി, ഉലുവ, കായം, ഇതിൻ്റെ ആ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തോളൂ എന്ന് പറയാനുള്ള കാരണം, നമ്മൾ എണ്ണയൊന്ന് തണുത്തതിന് ശേഷമാണ് ഇതിട്ടത്. അതിനുശേഷം പിന്നെയും ഗ്യാസ് ഓൺ ചെയ്തു, സിമ്മിലിട്ടു. എപ്പോഴും സിമ്മിൽ കിടക്കട്ടെ കേട്ടോ തീ. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, മുളക് ആഡ് ചെയ്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നതാണ് വിനാഗിരി കേട്ടോ. വിനാഗിരിയാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യണത്. വിനാഗിരിയും കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് തിളച്ചോട്ടെ കൂടെ. ഈ സമയത്ത് നമുക്കിനി ആഡ് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഉപ്പാണ് ഇനി അടുത്തത് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. നമ്മളിനി അതിനകത്തേക്ക് ചേർക്കുന്നു ആവശ്യത്തിന്. ഇപ്പോൾ അച്ചാറിൽ ശക്കല ഉപ്പ് മുമ്പിട്ട് നിൽക്കണേ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം വിനാഗിരി നന്നായിട്ട് തിളച്ചു. ഉണ്ടോ, കാരണം മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന്. ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മളുടെ നെല്ലിക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. എല്ലായിടത്തും മുളക് പിടിക്കാനായിട്ട്, മുളകും ഉപ്പും കായവും എല്ലാം ഉണ്ടല്ലോ, എല്ലാം പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉള്ള അച്ചാറിനുള്ളത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിലിട്ടതായിട്ട് കൂട്ടാം ഇടയ്ക്ക്. അല്ലെങ്കിൽ അത് 1-2 പീസ് എടുത്തതിന് ശേഷം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വേവിച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളുടെ നെല്ലിക്ക അച്ചാർ ഏതാണ്ട് റെഡിയായി. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ നെല്ലിക്ക വെന്തതാണ്. പിന്നെ വേവുന്ന പ്രോസസ്സൊന്നും ഇനി നടക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം തണുത്തതിന് ശേഷം അത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്ത് നമ്മളുടെ വെള്ളത്തിൻ്റെ ഒരു കണക്ക് തോത് നോക്കി ശേഷം ഒഴിക്കാം. അപ്പോൾ അത് ഇതൊന്ന് ഈ പാത്രത്തിലിരുന്ന് ഒരു പാത്രപ്പരുവം ആവേണ്ട ഒരു രീതിയുണ്ട്. അതിനുശേഷം നമുക്കത് എപ്പോഴും ശ്രദ്ധിക്കുക, അച്ചാറുകൾ ഇട്ട് വയ്ക്കുമ്പോൾ ഗ്ലാസ് പാത്രങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കാരണം കുറേ നാൾ നമ്മളിത് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് പാത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം. അപ്പം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം കുറച്ച് വേണ്ടി വരും. നമ്മൾ അച്ചാർ എന്ന് പറയുമ്പോൾ കുറച്ച് ചാറോട് കൂടിയിട്ട് തന്നെയാണല്ലോ അച്ചാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം വേണ്ടി വരും. തിളപ്പിച്ചാറിയ വെള്ളം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. നമ്മുടെ അച്ചാർ അങ്ങനെ റെഡിയാക്കി തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചമ്മന്തി. അപ്പോൾ നമ്മൾ ചമ്മന്തിയിലൊക്കെ എല്ലാ പ്രാവശ്യം കാണിക്കുന്ന പോലെ തേങ്ങ കൊത്തിയാണ് ഞാൻ എടുക്കാറ്. അത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങയും ഉള്ളി മുളകും കാന്താരി മുളകും കൂടെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു 3 നെല്ലിക്ക കുരു കളഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തേക്ക് ഇടുന്നു. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെയൊന്നും അരയേണ്ട,
എന്നാലും ഒന്ന് ചമ്മന്തിയുടെ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഉപ്പൊക്കെ എപ്പോഴും തന്നെ നോക്കണം. അപ്പം അങ്ങനെ ഉപ്പും മുളകും ഒക്കെ റെഡിയായി. നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പം നമ്മുടെ അച്ചാർ ഇടുന്നത് നാളെ ഇന്നങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം നാളെ തൊട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എന്നാലും അതൊന്നും അധികം നാളെ ഇരിക്കേണ്ട അച്ചാറുകളൊന്നുമല്ല, പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അച്ചാറുകളാണ്. അപ്പോൾ അച്ചാറിടുവായി അതിൻ്റെ കൂടെ അന്നത്തെ ദിവസത്തെ ചമ്മന്തിയും ഉച്ചത്തേക്കുള്ള ചമ്മന്തിയും നമ്മൾ റെഡിയാക്കി. അപ്പോൾ അങ്ങനെ എത്ര പെട്ടെന്നാണ് നോക്കൂ, രണ്ട് പരിപാടികളൊപ്പം തീർത്ത് നമ്മൾ മാറ്റി വെച്ചത്. അത് ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ ഒരു മണിക്കൂറോളമായി നമ്മൾ എന്താ പറയുക അച്ചാറിട്ട് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എൻ്റെ അച്ചാറിൻ്റെ ഒരു രീതി. ഗ്രേവി ഉണ്ടോയെന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ട്, ആ ഒരു രീതി. ഒരുപാട് ഗ്രേവി ആയാലും ശരിയാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. ഇപ്പം നമ്മൾ ഇത്രയത്തിലേക്ക് തീർക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മാക്സിമം ഗ്ലാസിൻ്റെ ഒരു പാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അച്ചാറെല്ലാം റെഡിയാക്കി കുപ്പിയിലിട്ട് വയ്ക്കുക. ഒരു ദിവസം ഇന്ന് ഒന്നിരുന്ന് ഒരു ദിവസം കഴിയുമ്പോൾ നാളെ തൊട്ട് നമുക്ക് ഈ അച്ചാർ യൂസ് ചെയ്യാൻ പറ്റും. അധികം ദിവസം അങ്ങനെ ഇരുന്ന് റെഡി ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് പുറത്ത് തന്നെ വയ്ക്കാം, അത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഐറ്റമാണ് കാണിച്ചത്. ഒന്ന് നെല്ലിക്കയുടെ അച്ചാറും പിന്നെ ഒന്ന് നെല്ലിക്കയുടെ ചമ്മന്തിയും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഐറ്റമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർ കണ്ടുകൊണ്ടേയിരിക്കുക, കാണാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ നമുക്കിനിയും കാണാം. ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഉള്ളി ഒരുക്കുക, അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിലുള്ള എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കാം. കാരണം അച്ചാറുകൾ എല്ലാവരും കഴിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പറയരുത്. മാധവ ഇവിടെ വാടാ, നീ കഴിക്കണില്ല എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവർക്കും കഴിക്കണ്ടേ? തീർന്നോ? ജോലി ചെയ്യാനാ പറഞ്ഞ, അല്ല നിന്നോട് ചേർന്ന് നിൽക്കാനല്ല പറഞ്ഞ. എന്തോന്ന്? അപ്പോൾ നമ്മളുടെ നെല്ലിക്ക മുഴുവൻ ചെറിയ പീസുകളാക്കിയിട്ട് കണ്ടോ, ഇതാവുമ്പോൾ 2 നെല്ലിക്കയുടെ കഷ്ണം ഇത്തിരി ചാറുകണ്ടായ അച്ചാർ റെഡി.